നമസ്കാരം. നാണം കെട്ട ന്യായീകരണങ്ങൾ. എന്തൊരു നാണം കെട്ട ന്യായീകരണങ്ങളാണിത്. തൊടുന്യായങ്ങൾ ഉയർത്തി ആരോപിതരെ മാത്രമല്ല കുറ്റവാളികളെ പോലും സംരക്ഷിക്കുന്നവർ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്? ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം ഭാഗികമായി പുറത്തുവിട്ടതിനെ തുടർന്നുണ്ടായ ഇടിയും മിന്നലും തുടരുകയാണ്. സിനിമാ മേഖല എല്ലാവരും ശ്രദ്ധിക്കുന്ന കലാരംഗമാണ്. അതൊരു കലാരംഗമല്ല, വ്യവസായമാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. കാലം മാറിയപ്പോൾ കലയുടെ രൂപവും ഭാവവും മാറുന്നു. അതെന്തായാലും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ അത്യന്തം ആശങ്കാജനകമാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പലതും പൂർണ്ണമായും വിലയിരുത്തപ്പെട്ടിട്ടില്ലെങ്കിലും പല പ്രമുഖരും ഇതിൽ കുരുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഊഹാപോഹങ്ങളും ഏറെ പ്രചരിക്കുന്നു. അത് അവസാനിപ്പിക്കേണ്ടത് തന്നെ. സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇപ്രകാരം ഊഹാപോഹങ്ങളിലും വിവാദങ്ങളിലും ഉഴലുവാൻ അനുവദിക്കരുത്. അതിനുള്ള ഉത്തരവാദിത്തം സർക്കാരിന് തന്നെയാണ്. പക്ഷേ അവിടെയാണ് കള്ളക്കളികൾ നടക്കുന്നത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കേസെടുക്കാൻ കഴിയില്ലെന്നാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. പരാതി വേണമത്രേ. അതായത് തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ നടികളും മറ്റും രേഖാമൂലം പരാതിയായി നൽകിയാൽ മാത്രമേ കേസെടുക്കാൻ കഴിയൂ എന്നാണ് ന്യായം. ചില സിനിമാ താരങ്ങളും രാഷ്ട്രീയക്കാരും ഇതേ വാദമുയർത്തുന്നു. എന്നാൽ സർക്കാരിന് പല കാര്യങ്ങളും ചെയ്യാനാകുമെന്ന് ചൂണ്ടിക്കാണിക്കുന്ന നിരവധി നിയമവിദഗ്ധരുമുണ്ട്. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സ്വമേധയാ കേസെടുക്കാൻ നിയമമുണ്ടെന്നാണ് മന്ത്രി KN ബാലഗോപാൽ അഭിപ്രായപ്പെട്ടത്. പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കാമെന്ന് പറഞ്ഞ സർക്കാർ ഇപ്പോൾ പരസ്യമായി പരാതിയുമായി ചിലർ വന്നപ്പോൾ അതും രേഖാമൂലം വേണമെന്ന നിലപാടിലാണ്. പ്രമുഖ സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെതിരെ ആരോപണവുമായി ബംഗാളി നടി ശ്രീലേഖ മിത്ര വന്നപ്പോഴും മന്ത്രി സജി ചെറിയാൻ ഈ നിലപാട് ആവർത്തിക്കുന്നു. പാലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു വരുത്തിയ ശേഷം സംവിധായകന്റെ ഇംഗിതത്തിന് വഴങ്ങാത്തതിനാൽ തന്നെ ഒഴിവാക്കിയെന്നാണ് ശ്രീലേഖ മിത്ര പറയുന്നത്. തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടില്ലെന്നും എന്നാൽ അതിലേക്കുള്ള സൂചനകൾ നൽകുന്നതായിരുന്നു രഞ്ജിത്തിന്റെ പെരുമാറ്റമെന്നും അവർ പറയുന്നു. പാലേരി മാണിക്യത്തിൽ അഭിനയിക്കാനല്ല, ഓഡീഷനായാണ് ശ്രീലേഖയെ വിളിച്ചതെന്നും അവരുടെ പ്രകടനം തൃപ്തികരമല്ലാത്തതിനാൽ ഒഴിവാക്കിയെന്നുമാണ് രഞ്ജിത്തിന്റെ വിശദീകരണം. ഇവിടെ താൻ ഇരയും അവർ വേട്ടക്കാരിയാണെന്നും രഞ്ജിത്ത് പറയുന്നു. ഏതായാലും ചലച്ചിത്ര അക്കാദമി ചെയർമാനെ രക്ഷിക്കാൻ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ തന്നെ രംഗത്തെത്തി. പരാതി ഇല്ലെന്നതാണ് ചെയർമാനെതിരെ അന്വേഷണത്തിന് തടസ്സമായി മന്ത്രി പറയുന്നത്. മാത്രമല്ല രഞ്ജിത്ത് ഇന്ത്യ കണ്ട പ്രഗത്ഭനായ കലാകാരനാണെന്നും മന്ത്രി പറയുന്നു. അതുകൊണ്ടെന്താണ്? പ്രഗത്ഭരും പ്രമുഖരും അന്വേഷണത്തിന് അതീതരാണോ? പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും വരെ വിചാരണ നേരിട്ടിട്ടുണ്ട്. അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, ജയിലിലായിട്ടുണ്ട്. ചിലർ പിന്നീട് നിരപരാധിത്വം തെളിയിച്ചിട്ടുമുണ്ട്. പൊതുപദവികൾ വഹിക്കുന്നവർക്ക് സമൂഹത്തോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ നിയമനം രാഷ്ട്രീയ നിയമനമാണെന്ന് സർക്കാരിനോട് ബന്ധപ്പെട്ടവർ തന്നെ പറയുന്നു. നമ്മുടെ പല അക്കാദമികളുടെയും ഇപ്പോഴത്തെ ദുരവസ്ഥ അതാണ്. പാർട്ടിയാണ് പ്രധാനം. നമ്പേണ്ടത് സംരക്ഷകരെ മാത്രം. പിന്നെ എങ്ങനെയാണ് എല്ലാവർക്കും നീതി ലഭിക്കുക? ഹേമ കമ്മിറ്റിയുടെ സമ്പൂർണ്ണ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ നൽകണമെന്നും റിപ്പോർട്ടിൽ എന്ത് നടപടിയെടുക്കാൻ പറ്റുമെന്നും അറിയിക്കണമെന്നും ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരാതി നൽകാൻ ആരും മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ നടപടിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സർക്കാരിനെന്നും കോടതി അഭിപ്രായപ്പെട്ടിരുന്നു. അതേസമയം ഒരു കുറ്റകൃത്യം വെളിപ്പെട്ടാൽ കേസെടുക്കാൻ വ്യവസ്ഥയില്ലേ എന്ന ചോദ്യവും ഉയർന്നു. ലൈംഗിക അതിക്രമം, ലൈംഗിക ചൂഷണം തുടങ്ങിയ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നുണ്ടെന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ ഇതുവരെ ചെയ്തതെല്ലാം പാഴ്വേലയാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നവംബർ 23 കൊച്ചിയിൽ കോൺക്ലേവ് നടത്തി പ്രശ്നപരിഹാരത്തിനാണ് സർക്കാരിന്റെ നീക്കം. അപ്പോഴേക്കും ഇപ്പോഴത്തെ വിവാദങ്ങളുടെ ചൂടാറിക്കൊള്ളും. എല്ലാം കോംപ്ലിമെന്റ് ആക്കാനും കഴിയും. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ഉൾപ്പെടെ സർക്കാർ നിലവിൽ നേരിടുന്ന പല ആരോപണങ്ങളിൽ നിന്നും മുഖം മറയ്ക്കാനും സിനിമാ വിവാദം സഹായകമാകും. എത്രയോ വിവാദങ്ങളാണ് അടുത്ത കാലത്ത് ഇതുപോലെ ആളിക്കത്തിയ ശേഷം എരിഞ്ഞടങ്ങിയത്. അതിന് മാധ്യമങ്ങളുടെയും സൈബർ ഗ്രൂപ്പുകളുടെയും ഒക്കെ സഹായമുണ്ടായിരുന്നു. ഇരകളെന്നും ഇരകൾ തന്നെ. വേട്ടക്കാർ പ്രമുഖരും സ്വാധീനവുമുള്ളവരാണെങ്കിൽ അവർ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. കാവ്യനീതിക്കായി കാത്തിരിക്കുകയേ നിവർത്തിയുള്ളൂ. നമസ്കാരം.